പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. പർ എന്ന ഹിന്ദിയിലൊരു വാക്ക് നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ടാവും. സംസാരത്തിലും എഴുത്തിലും വായനയിലുമൊക്കെ ധാരാളം പ്രാവശ്യം നമ്മൾ കണ്ടുമുട്ടും. എന്നാൽ ഓരോ പ്രാവശ്യം കണ്ടുമുട്ടുമ്പോഴും ഈ പർ എന്ന വാക്കിന് വളരെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളാണുള്ളത്. പർ എന്ന വാക്ക് ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് മേശപ്പുറത്ത്, അല്ലെങ്കിൽ നിലത്ത്, അതുമല്ലെങ്കിൽ കസേരയുടെ പുറത്ത്, പെരപ്പുറത്ത് എന്നിങ്ങനെ പറയാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മളധികം ഈ പർ എന്ന വാക്ക് ഉപയോഗിക്കാം. എന്നാൽ പർ എന്ന വാക്കിന് അതിനേക്കാട്ടിലൊക്കെ ഉപരിയായി ധാരാളം അർത്ഥങ്ങളും പ്രയോഗങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വെറും 6-7 മിനിറ്റ് കൊണ്ട് നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. സംശയമില്ലാതെ ഇനി നമുക്ക് പർ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എവിടെയൊക്കെ ഉപയോഗിക്കാം എന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പർ കാ പ്രയോഗം, പർ വാക്കിൻ്റെ ഉപയോഗം നോക്കുക. പർ രണ്ട് അക്ഷരമേ ഉള്ളൂ. പർ കാ പ്രയോഗം, പറിൻ്റെ ഉപയോഗം അതാണിത്. പർ കാ പ്രയോഗം, പർ പ്രയോഗം എങ്ങനെയാണ്? ഒന്നാമത്തെ പ്രയോഗം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്, നമുക്ക് പഠിക്കാം. മേശ് പർ, മേശപ്പുറത്ത് എങ്ങനെയാണ്? മേശ് പർ, മേശമേൽ എന്നൊക്കെ നമുക്ക് പറയാം. എന്താ മേശപ്പുറത്ത് പുസ്തകം, അല്ലെങ്കിൽ മേശപ്പുറത്ത് ചായ, മേശപ്പുറത്ത് കോഫി, മേശപ്പുറത്ത് മറ്റെന്തെങ്കിലും, മേശപ്പുറത്ത് പൂച്ച, പട്ടി, അങ്ങനെയൊക്കെ വേണ്ടി നമുക്ക് പറയാം. അപ്പോൾ മേശ് പർ കിതാബ് ഹേ, മേശപ്പുറത്ത് പുസ്തകമുണ്ട്. മേശ് പർ ബില്ലി ഹേ, മേശപ്പുറത്ത് പൂച്ചയുണ്ട്. മേശ് പർ കോഫി പ്യാല ഹേ, മേശപ്പുറത്ത് കാപ്പിക്കപ്പുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ പർ എൻ്റെ ഉപയോഗം നമ്മൾ ഒരക്ഷരം നമ്മൾ പഠിച്ചു. പക്ഷേ ജമീൻ പർ എന്നാണ്. ജമീൻ പർ ജമീൻ എന്ന് പറഞ്ഞാൽ നിലം അല്ലെങ്കിൽ സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ജമീൻ പർ എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് എന്ന് നമുക്ക് മലയാളത്തിൽ വായിക്കാൻ കാണും. അല്ലെങ്കിൽ അപ്പോൾ സ്ഥലത്ത്, അല്ലെങ്കിൽ തറമേൽ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. തറമേൽ, ജമീൻ പർ നിലത്ത് അല്ലെങ്കിൽ തറമേൽ. ഓക്കെ, അപ്പോൾ ജമീൻ പർ നിലത്ത് അല്ലെങ്കിൽ തറമേൽ. പറയാം വഹ് കിതാബ് മേശ് പർ രഖി ഹേ, മേശ് പർ വഹ് കിതാബ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ വഹ് കിതാബ് എന്നാണ് എഴുതുക. പക്ഷെ നമ്മൾ വഹേ കിതാബ് എന്നൊക്കെ പറയാം, വേണമെങ്കിൽ സ്ഫുടമായി പറയണമെന്നുണ്ടെങ്കിൽ വഹേ കിതാബ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ ഓ കിതാബ് എന്നാണ് പറയാം. ഓ കിതാബ് മേശ് പർ രഖി ഹേ, ഓ കിതാബ് മേശ് പർ രഖി ഹേ. മേശ് പർ രഖി ഹേ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം വരും. ഒന്ന് മേശപ്പുറത്ത് സൂക്ഷിക്കുന്നു എന്ന് അർത്ഥം പറയും, അല്ലെങ്കിൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് എന്ന് അർത്ഥം വരും. ഓ കിതാബ് മേശ് പർ രഖി ഹേ, ആ പുസ്തകം മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. ഓ കിതാബ് മേശ് പർ രഖി ഹേ, ആ പുസ്തകം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മേ സുബഹ് ഉഠ്നെ പർ വ്യായാം കർത്താ ഹൂം, മേ സുബഹ് ഉഠ്നെ പർ വ്യായാം കർത്താ ഹൂം, ഞാൻ രാവിലെ ഉണരുമ്പോൾ വ്യായാമം ചെയ്യുന്നു. ഞാൻ രാവിലെ ഉണരുമ്പോൾ വ്യായാമം ചെയ്യുന്നു. മേ ഞാൻ, സുബഹ് രാവിലെ, ഉഠ്നെ പർ എഴുന്നേൽക്കുമ്പോൾ, വ്യായാം കർത്താ ഹൂം വ്യായാമം ചെയ്യുന്നു. ബാരിഷ് പർ നദി കാ ജലസ്തർ ബഡ് ജാത്താ, ബാരിഷ് പർ നദി കെ ജലസ്തർ ബഡ് ജാത്താ ഹൈ. ബാരിഷ് മഴ, ബാരിഷ് പർ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ മഴയത്ത് എന്നുള്ള അർത്ഥം. നദി കാ ജലസ്തർ, നദിയുടെ വെള്ളത്തിൻ്റെ ലെവൽ, വാട്ടർ ലെവൽ, ബഡ് ജാത്താ ഹേ ഉയർന്നു വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഉഠ്നെ പർ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ എന്നുള്ള അർത്ഥം വന്നത്, എഴുന്നേൽക്കുമ്പോൾ. ഇവിടെയോ ബാരിഷ് പർ മഴയത്ത് എന്നുള്ള അർത്ഥം, ത്ത്. അപ്പോൾ പർ വേഷം മാറി പല വേഷത്തിലും വരുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ മേശ് പർ എന്ന് വെച്ചപ്പോൾ മേശപ്പുറത്ത് എന്നുള്ള അർത്ഥത്തിൽ വന്നു അല്ലേ. അടുത്തതാണ് मेहनत करने पर सफलता मिलती है. मेहनत
അവൻ മെഹനത്ത് നമ്മൾ എഴുതും, പക്ഷെ പറയുമ്പോൾ എന്താ പറയാന്നറിയോ? മൈനത്ത് എന്ന് പറയാം. മെഹനത്ത് പർ, അത് നമ്മൾ പറയുമ്പോൾ മൈനത്ത് പർ എന്ന് പറയാം. മൈനത്ത് പർ, മെഹനത്ത് പർ സഫലത മിൽത്തി ഹേ. കഠിനാധ്വാനം ചെയ്യുമ്പോൾ ആ കടി മെഹനത്ത് എന്ന് വേണമെങ്കിൽ പറയാം, കടി മെഹനത്ത് പർ എന്ന് വേണമെങ്കിൽ പറയാം. കഠിനമായ അധ്വാനത്തിൽ നമുക്ക് ജീവിതത്തിൽ സഫലത, വിജയം കിട്ടുന്നു. കഠിനാധ്വാനത്തിൽ വിജയം നേടുന്നു. സക്സസ് കംസ് ത്രൂ ഹാർഡ് വർക്ക്. സക്സസ് കംസ് ത്രൂ ഹാർഡ് വർക്ക്. കടി മെഹനത്ത് പർ സഫലത മിൽത്തി ഹേ. കടി മെഹനത്ത് പർ സഫലത മിൽത്തി ഹേ. കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിക്കുന്നു. ഇവിടെ നമ്മൾ മെഹനത്ത് പർ എന്ന് പറഞ്ഞപ്പോൾ ലൂടെ എന്നുള്ള അർത്ഥമാണ്. മെഹനത്ത് പർ കഠിനാധ്വാനത്തിലൂടെ, കടി മെഹനത്ത് പർ കഠിനമായ അധ്വാനത്തിലൂടെ, അത് ലൂടെ എന്നുള്ള അർത്ഥമാണ് പറഞ്ഞു കിട്ടിയത്. നദി പർ ഏക്ക് പുൽ ബനാ ഹുവാ ഹെ. നദി പർ ഏക്ക് പുൽ ബനാ ഹുവാ ഹെ. നദിക്ക് മുകളിലൂടെ ഒരു പാലം പണിതിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നദി പർ എന്ന് പറഞ്ഞപ്പോൾ നദിക്ക് മുകളിലൂടെ എന്ന് മലയാളം ഇങ്ങനെ ട്രാൻസ്ലേഷൻ വന്നതെന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ? അങ്ങനെ എല്ലാ വാക്കും എല്ലാ സ്ഥലത്തും എല്ലായ്പ്പോഴും വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ അല്ല, മീനിങ് ഫുൾ ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അത് നദി പർ ഏക്ക് പുൽ ബനാ ഹുവാ ഹേ. നദി പർ നദിക്ക് മുകളിലൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാന്ന് നമുക്കറിയാം അല്ലേ? ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാന്ന് അറിയും. ഇത് പുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലം എന്നാണ് അർത്ഥം. ബനാ ഹുവാ ഹേ ഉണ്ടാക്കിയിട്ടുണ്ട്. ബനാ ഹുവ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വന്നത്? നദിക്ക് മുകളിലൂടെ എന്നുള്ള അർത്ഥത്തിലാണ് വന്നത് കേട്ടോ. നദി പർ, നദി മേന്നല്ല, പുഴയിലൂടെ ഒരു പാലം ഉണ്ടാക്കിയത്. പുഴയിലൂടെ നദി പർ. അടുത്തത് നദി പർ പക്ഷി ഉഡ് രഹേ ഹേ. നദി പർ പക്ഷി ഉഡ് രഹേ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിക്ക് മുകളിലൂടെ പക്ഷികൾ പറക്കുന്നു. നമുക്കറിയാം വെള്ളത്തിലൂടെ അല്ല പറക്കുക എന്ന് നമുക്കറിയാലോ. നദി പർ പക്ഷി ഉഡ് രഹേ ഹേ. നദി പർ പക്ഷി ഉഡ് രഹേ ഹേ. നദി പർ പക്ഷി ഉഡ് രഹേ ഹേ. നദിക്ക് മുകളിലൂടെ പക്ഷി പറക്കുന്നു. ഇനിയും ഈ പർ എന്ന വാക്കിന് ഇനിയും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് വ്യത്യസ്തങ്ങളായ അർത്ഥമുണ്ട്. വ്യത്യസ്തങ്ങളായ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അർത്ഥമുണ്ട് ഈ പർ എന്ന വാക്കിന്. നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പർ എന്ന വാക്കിന് വ്യത്യസ്തങ്ങളായ 4 അർത്ഥങ്ങളുണ്ട്. ഇതിലൊന്ന് മാത്രമാണ് നമ്മളിവിടെ പ്രതിപാദിച്ചത്. ഇനി വ്യത്യസ്തങ്ങളായ 4 അർത്ഥങ്ങൾ കൂടി ഈ വാക്കിനുണ്ട്. അതിൻ്റെ അർത്ഥവും അതിൻ്റെ പ്രയോഗങ്ങളും എല്ലാം പഠിക്കാൻ നമ്മൾ തുടർന്നുള്ള വീഡിയോ കാണുക. അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നന്നായിട്ട് പെട്ടെന്ന് സംസാരിക്കാൻ പഠിക്കാം. 1 മാസം കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പഠിക്കാം. കുറഞ്ഞ ഫീസിൽ നമുക്ക് സംസാരിക്കാൻ പഠിക്കാം. നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ അഡ്വാൻസ്ഡ് കോഴ്സ് നൽകും. നിങ്ങൾക്ക് ഗ്രാമർ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഗ്രാമർ പഠിപ്പിക്കും. എല്ലാത്തരം ഹിന്ദി സംബന്ധമായ എല്ലാ കോഴ്സുകൾക്കും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സംതൃപ്തരായ ആയിരക്കണക്കിന് ആളുകൾ, അതിൽ ചിലരുടെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. വളരെ കാലമായി ഒരാഗ്രഹമായിരുന്നു ഹിന്ദി പഠിക്കണമെന്ന്. അതിപ്പോൾ സാധിച്ചു. അതിൻ്റെ പ്രധാന കാരണം ഞാൻ അടുത്ത കാലത്തായി വടക്കേന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചു. ആ സമയത്തൊക്കെ എനിക്ക് ഈ ഹിന്ദി ഭാഷ അറിയാതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഹിന്ദി പഠിക്കണമെന്നൊരാഗ്രഹം ഇപ്പോൾ കൂടുതലായി വന്നു. യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഹമാര അക്കാദമി ആണ് ഏറ്റവും നല്ല ക്ലാസ് എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ക്ലാസ് ചേർന്നപ്പോൾ എനിക്ക് 1 മാസം കൊണ്ട് തന്നെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഹിന്ദി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ഹമാര അക്കാദമിയിൽ ചേർന്ന് പഠിക്കാം. ഞാനിപ്പോൾ ഹിന്ദിക്കാരുമായിട്ട് നന്നായിട്ട് ഹിന്ദി സംസാരിച്ചു തുടങ്ങി. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഒരു റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറാണ്. എനിക്ക് സർവീസിൽ നിൽക്കുമ്പോൾ തന്നെ ഇത് ഹിന്ദി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ പല സംശയങ്ങളുണ്ടായിരുന്നു, പ്രായമെത്തിയോണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഏത് പ്രായക്കാർക്കും നിഷ്പ്രയാസം പഠിക്കാവുന്നൊരു ഭാഷയാണ് ഹിന്ദി.